പ്രമാദമായി ഇരിക്കൂർ കുഞ്ഞാമിന കൊലക്കേസ് പ്രതികൾ 10 വർഷത്തിന് ശേഷം പിടിയിൽ. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 3 പ്രതികളിൽ 2 പേരെയാണ് പോലീസ് പിടികൂടിയത്. 2016 ഏപ്രിൽ 30-നാണ് പട്ടാപ്പകൽ കവർച്ചയ്ക്കിടെ കുഞ്ഞാമിന കൊല്ലപ്പെടുന്നത്. പ്രതികൾ ഉപയോഗിച്ച രേഖകളെല്ലാം വ്യാജമായതാണ് വെല്ലുവിളിയായത് എന്ന് ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിൽ ഈ പോലീസിനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് വെച്ചാൽ പ്രതികളുടെ മുഴുവൻ ഡോക്യുമെൻറ്റ്സ് വ്യാജമായിരുന്നു. അവരുടെ പാൻ കാർഡ് വ്യാജമായിരുന്നു. ബാക്കി അവിടെ വാടകയ്ക്ക് നിൽക്കാനുള്ള വാടക കച്ചിട്ട് വ്യാജമായിരുന്നു. അപ്പോൾ അതായിരുന്നു പോലീസിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6 മാസത്തിലാണ് ഉചിതമായ രീതിയിൽ മിക്കവാറും ഇതുപോലെ ഈ പ്രതികളുടെ പൂർവ്വമായ അവസ്ഥ നോക്കുമ്പോൾ അവർക്ക് 2013 ഓങ്കോട് പോലീസ് സ്റ്റേഷന് സമാനമായ ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനം ഇന്നത്തെ മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ബാക്കിയൊക്കെ നോക്കി AI ടെക്നോളജിയുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടയിടത്തു നിന്നാണ് പോലീസ് പ്രതികളെ കണ്ടെത്തിയത് എന്നും അർഹമായ ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നും കുഞ്ഞാമിനിയുടെ മകൻ ഉമ്മർ പ്രതികരിച്ചു. 10 വർഷത്തിന് ശേഷമാണ് പ്രതികളെ പിടികൂടുന്നത്. കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് ഇപ്പോഴത്തെ പുതിയ SP അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോയത്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നത്, കേരള ഗവൺമെൻറ്റിനെ നന്ദി അറിയിക്കുന്നത്. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നാലും പ്രതികളെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത് വലിയ ആശ്വാസം. വളരെ സന്തോഷം. അർജുൻ കല്യാട് വിവരങ്ങളുമായിട്ട്. അർജുൻ, 10 വർഷം പ്രതികൾ എവിടെയാണ് എന്ന് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെയാണ്. അന്ന് ക്രൂരമായി ആക്രമിക്കപ്പെട്ടാണ് കുഞ്ഞാമിനെ കൊല ചെയ്യപ്പെടുന്നത്. ആ ദൃശ്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നതുമായിരുന്നില്ല. അപ്പൊ 10 വർഷത്തിന് ശേഷം പ്രതികളിലേക്കുണ്ടായ ലീഡ് എന്താണ്? മധു, 2016 ഏപ്രിൽ മാസം 30-നാണ് ഇരിക്കൂർ സിദ്ദിഖ് നഗറിലുള്ള കുഞ്ഞാമിനെ കൊല്ലപ്പെടുന്നത്. ആ സമയത്ത് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ കേസിലെ പ്രതികൾ എന്ന് പോലീസിന് പ്രാഥമികമായി തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ പ്രതികളെല്ലാം ആ സമയത്ത് അവിടെ വാടകയ്ക്ക് വീട് ലഭിക്കുന്നതിന് നൽകിയിട്ടുള്ള രേഖകളെല്ലാം തന്നെ വ്യാജമായിരുന്നു. ആ പ്രതിസന്ധിയാണ് പിന്നീട് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തടസ്സമായി നിന്നത്. എന്നാൽ 14 സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് അന്വേഷണം നടത്തി. 2024-ലാണ് പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈദരാബാദിലേക്ക് എത്തുകയും ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സംശയം തോന്നുന്ന AI സാങ്കേതികവിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ മികവാണ് ഇത്തരം ഈ പ്രതികളിലേക്ക് 10 വർഷത്തിന് ശേഷം എത്താൻ വേണ്ടി കഴിഞ്ഞത്. ഈ അന്വേഷണ സംഘത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എടുത്ത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. അത് കണ്ണൂർ റൂറൽ DHQവിലെ SI അബ്ദുൾ റൌഫ്, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുധീർ കല്ലൻ, പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ബാലകൃഷ്ണൻ നായർ തുടങ്ങിയിട്ടുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, ഇതിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മഞ്ജുള തുടങ്ങിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രധാനമായും അഭിനന്ദനം അർഹിക്കുന്നത്. എന്തായാലും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഇടത്തു നിന്നാണ് ഈ പറയുന്ന പ്രതികളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ 2 പേരെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരാളെ ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ ഉടൻ തന്നെ ഇയാളെ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരു പുരുഷനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 2 സ്ത്രീകളെയാണ് പിടികൂടിയത്. കുഞ്ഞാമിനിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെ കവർന്നുകൊണ്ട് കുഞ്ഞാമിനിയെ ദേഹത്ത് 21 ആഴത്തിലുള്ള മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. മാധു പറഞ്ഞതുപോലെ തന്നെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. പക്ഷേ പ്രതികൾ ഇതിന് സമാനമായ രീതിയിലുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു നടത്തിയത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു കാലതാമസം ഈ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി എടുത്തത് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 10 വർഷത്തിന് ശേഷമാണെങ്കിലും ഈ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞതിൽ വലിയ ആശ്വാസമുണ്ട് എന്നുള്ളതാണ് കുഞ്ഞാമിനിയുടെ കുടുംബം ഉൾപ്പെടെ പറയുന്നത്. അർഹമായ ശിക്ഷ ഇവർക്ക് വാങ്ങി നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ. ക്രൂരമായ കൊലപാതകം, കുറച്ച് സ്വർണത്തിന് വേണ്ടി ഒരു വയോധികയെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയ സംഭവമാണ് ഉണ്ടായത്. 10 വർഷത്തിന് ശേഷം ഇനി ഒരിക്കലും അവരെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഉജ്ജയിനിൽ നിന്ന് പോലീസ് സംഘം അവരെ പിടികൂടിയിരിക്കുന്നത്. വലിയ ആശ്വാസമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.